എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ്. നല്ല അടിപൊളി തട്ടുകടയിലത്തെ ഭക്ഷണം തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ്. അതാണ് ഓക്കെ. അപ്പോ എവിടേക്ക് തേടിയിട്ട് പോണ്? അപ്പോ യാത്ര എന്ന് പറഞ്ഞാല് നമ്മള് പുള്ള് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത്. ഇതിനു മുന്നേ നമ്മള് പുള്ള് വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? ഭക്ഷണത്തിന് പോയില്ല. ഓക്കെ. അപ്പൊ വേറൊരു സ്ഥലം ഉണ്ട് അവിടെ. അപ്പൊ പുള്ള് ഇതിനു മുന്നേ ചെയ്ത പുള്ളിന്റെ വീഡിയോ കാണാത്തവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പുള്ളിന്റെ വീഡിയോയുടെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പൊ പോയി കാണുക. അപ്പൊ പോകുന്നത് മാവിൻചോട് തട്ടുകട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, പുള്ളിൽ തന്നെയാണ്. അപ്പൊ അവിടേക്കാണ് നമ്മൾ യാത്ര. നല്ല അടിപൊളി ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പൊ നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചു നേരം നമുക്ക് അവിടുന്ന് കാണാം ബാക്കി. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ വിടല്ലേ? എങ്ങോട്ട്? അതാണ് ഭക്ഷണത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാല്ല. പോക്കാണ്. അതെ. ഉച്ചക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ സമയം ഒരു 3 മണിയായിട്ടുള്ളൂ. അപ്പൊ തട്ടുകടയിലത്തെ ഭക്ഷണത്തിൽ നിന്നും പറഞ്ഞിട്ട് ഇറങ്ങിയിരിക്കണം ഇപ്പൊ, കുറ്റിയും പറിച്ചിട്ടൊക്കെ. ഓക്കെ. അപ്പൊ നമുക്ക് പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിർത്താൻ പറയും കേട്ടാ. അതാണ് ഇതിന്റെ ഒക്കെ അവസ്ഥ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും അതെ എന്ത് പറഞ്ഞു? എന്ത് ഉദ്ദേശിച്ചു? ഉമ്മാക്ക് ആവശ്യമുള്ളത് വാങ്ങിച്ചു. ചിലപ്പോ ഷീപ്പ വാങ്ങിച്ചു കൊടുക്കില്ല. അപ്പൊ ഉമ്മാക്കുള്ള ഒരു ധൈര്യം. പിന്നെ എന്തിനാന്ന് നിങ്ങള് ഇവിടേക്ക് വിളിച്ചു കൊടുക്കുന്നത്? ശരിയാണ്. അങ്ങനെ പറയരുത് നീ. ഓക്കെ. അപ്പൊ ശരി. അപ്പൊ നമുക്ക് അങ്ങോട്ട് യാത്ര വിട്ടാലോ? നമുക്ക് ഇനി അവിടുന്ന് മാവിൻചോട് വെച്ചിട്ട് കാണാം. ഓക്കെ. ഹലോ. അതെ, പോണ വഴിയില് ഒരു കുടുക്ക സോഡ അല്ലേ? മൺകുടം സോഡ. മൺകുടം സോഡ അത് കണ്ടിട്ട് ഇപ്പൊ നിർത്തിയിരിക്കാണ്. അപ്പൊ വേറെ എവിടെ അല്ല, നമ്മള് ഇവിടെ തന്നെ ചേറ്റുവല് തന്നെയാണ്. ചേറ്റുവല് ചുള്ളിപ്പടി ആ ഭാഗത്ത് കുടുക്ക ഇതിനാണ് മൺകുടം സോഡ. അത് കണ്ടിട്ട് അപ്പൊ എന്തായാലും ഒന്ന് ജസ്റ്റ് ഇറങ്ങിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പോവാം അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയുണ്ട് മൺകുടം സോഡ എന്നുള്ളത്. നമുക്ക് കാണാം. കാണാൻ രസമുണ്ട്. അതെ. അപ്പൊ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ. വെയിറ്റ്. ഇതാണ് നമ്മള് മൺകുടം സോഡ. എന്താന്നുള്ളത് നമുക്ക് കാണാം. എന്താ ചേർക്കണേ? ഇത് ജിഞ്ചർ, ചില്ലി സോൾട്ട്, സർവത്ത്, കസ്കസ്, ഫ്രൂട്ട്സ് ആണല്ലേ? അപ്പൊ ഇതാണ് മൺകുടം സോഡ. ഓക്കെ. എങ്ങനെയുണ്ട് നോക്കാം. പറഞ്ഞ അങ്ങനെ തന്നെ സ്ട്രോണ്ട് അതില്. എങ്ങനെയുണ്ട് നോക്കാം. ടേസ്റ്റ് ചെയ്യണമെന്നുള്ള അറിയാലോ. അത് ഫ്രൂട്ട്സ് ഒക്കെയാണ് അതിലുള്ളത്. സൂപ്പർ. അടിപൊളിയാ. രസമുണ്ട്. ഓക്കെ. ഞാനൊന്ന് ട്രൈ ചെയ്ത്. വല്ലാത്ത ജാതിയാണുള്ളത്. സൂപ്പർ. അടിപൊളിയാ. അടിപൊളി. സംഭവം സൂപ്പർ. നല്ല അടിപൊളി ടേസ്റ്റ്. ഇതില് ഉപ്പും പുളിയും പിന്നെ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിട്ട് ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒരു ഇതില് കഴിച്ചിട്ടില്ല. കസ്കസ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? സോഡയാണ്. സോഡ അതിൽ ഫ്രൂട്ട്സും അതേപോലെ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റ് അങ്ങനെയൊക്കെ ഇട്ടതിന് ശേഷം സോഡ ഒഴിച്ചിട്ട് ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് അടിപൊളി. നല്ല ടേസ്റ്റ് ആണ്. കുക്കുംബറൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇത് കഴിച്ചിട്ട് ഉമ്മ
അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കാം. അപ്പൊ മൺകുടം സോഡ ട്രൈ ചെയ്താണ് നമ്മൾ ഇവിടുന്ന് ചേറ്റുവെന്ന്. സംഭവം അടിപൊളി അല്ലേ? നല്ല രസമുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളി. ചെറിയൊരു കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. കുരുമുളക് എല്ലാം പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് സോഡ അതുപോലെ എല്ലാം ഇട്ടിട്ട് കുക്കുംബർ, മുന്തിരി, അതുപോലെ പൈനാപ്പിൾ, ആപ്പിൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വാട്ടർമെലന്, മുന്തിരി, ഒക്കെ സംഭവം സൂപ്പർ അടിപൊളി. അപ്പൊ ഇനി നമുക്ക് കുരുമുളക് കുറച്ചുണ്ട് തോന്നുന്നു ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാം. ഓക്കെ. ഹലോ, അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് മാവിൻചോട് തട്ടുകട ഉള്ള സ്ഥലം. മാവിൻചോട് ആലപ്പാടാണ് റിയലായിട്ട് സ്ഥലത്തിൻ്റെ പേര്, ആലപ്പാട്. അപ്പോൾ ഇപ്പോൾ മാവിൻചോട് തട്ടുകടയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളും തട്ടുകടയിലത്തെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ ഈ ഒരു സീനൊന്ന് നിങ്ങൾ കാണിച്ചു തരാം. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. സൂപ്പർ, നല്ല രസമുള്ള സ്ഥലം അല്ലേ? കാണാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. വന്നിരിക്കാൻ ഒരു 4 മണിയൊക്കെ സമയത്ത് വന്നിരുന്നാൽ നല്ല വ്യൂ ആണ് ഇവിടെ. അപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ആലപ്പാടുള്ള ഈ മാവിൻചോട് തട്ടുകട, അതിൻ്റെ പരിസരം. വന്ന് കാണാനും കുറേ നേരം നമുക്കൊക്കെ വന്നിരുന്ന് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ അതേപോലെ സംസാരിക്കാനൊക്കെ നല്ലൊരു ഫീലാണ് ഇവിടെ. വേറൊരു വൈബാണ്. 2 സൈഡിലും നല്ല നെൽപ്പാടങ്ങൾ ഒക്കെ ആയിട്ട് നടുവിലൂടെയുള്ള റോഡും ഈ മരങ്ങളും ഒക്കെ നല്ല കാറ്റും നല്ല രസമാണ്. നല്ലൊരു ഫീലാണ് ഇവിടെ വന്നിട്ട് ഇരിക്കാൻ. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരാം. ആലപ്പാടാണ്, പുള്ളിൽ പോകുന്ന വഴിയിൽ ആലപ്പാട് മാവിൻചോട് തട്ടുകട എന്ന് പറഞ്ഞാൽ തന്നെ ഒരുവിധം എല്ലാവരും അറിയും. സംഭവം എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? സംഭവം സ്ഥലം നല്ല രസമുണ്ട്. നല്ല ഗ്രീനറി ഒക്കെയാണ്. പിന്നെ കുറച്ചും കൂടെ ഈ പറഞ്ഞ കൊയ്ത്തൊക്കെ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ ഒന്നും കൂടി നല്ല ഗ്രീൻ ആയിട്ട് കാണായിരുന്നു അല്ലേ? അടിപൊളി, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഒരു പ്രത്യേക ഒരു ഫീലൊക്കെ ഉണ്ട് വന്നപ്പോൾ ഇവിടെ. തീർച്ചയായിട്ടും വളരെ ശരിയാണ് പറഞ്ഞത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാലേ അതേ അറിയുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമ്മളെ മാവിൻചോട് തട്ടുകടയുടെ ശിവൻ ചേട്ടൻ. ശിവൻ ചേട്ടൻ ഒരുപാട് വർഷമായി ഇവിടെ തട്ടുകട നടത്തുന്നു അല്ലേ ചേട്ടാ? എത്ര വർഷം? 20ാമത്തെ കൊല്ലാണ്. അപ്പോൾ ഏത് സമയത്താണ് ഇവിടെ തുറക്കൽ? ഈ 3 മണി തൊട്ട് 8 വരെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ എന്തെല്ലാമാണ് ഇവിടുത്തെ സ്പെഷ്യൽ? എല്ലാ സ്പെഷ്യൽ മിക്സ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഫ്യൂഷൻ, ഒരു പെട്ട സാധനം. ഓക്കെ, അതാണ്. അപ്പോൾ നമ്മളിത് ഇതേ അറിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ചേറ്റുവെന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഭക്ഷണം കിട്ടും എന്നുള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളൊരു ഇതൊന്ന് കാണുകയും ചെയ്യാം, സ്ഥലം ഒന്ന് കാണുകയും ചെയ്യാം, അതേപോലെ ഭക്ഷണമൊക്കെ ഒന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നല്ല സ്ഥലം, കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താണുള്ളത്? ഇപ്പോൾ എല്ലാം ഉണ്ട് കയ്യിൽ ഓൾറെഡി. ചിക്കൻ ഉണ്ട്, ബോട്ടി, ബീഫ്. അതെ, ഓക്കെ, എല്ലാം റെഡിയാണ് അല്ലേ?
ഒരു ബോട്ടിയും കൊള്ളിയും ഒരു ബീഫ് കൊള്ളിയും എടുക്കാം. അപ്പോൾ ഒന്ന് അത് നോക്കാം. ബീഫ് കൊള്ളിയാണല്ലേ ഇത് ബോട്ടി കൊള്ളി. ഓക്കെ, അപ്പോൾ ഇനി ഒരു ബീഫും കൊള്ളി. എങ്ങനെയുണ്ട് നോക്കിയാ? നീ ട്രൈ ചെയ്ത് നോക്കിയാ? സൂപ്പർ, അടിപൊളി അല്ലേ? ഓക്കെ, സംഭവം എങ്ങനെയുണ്ട്? അടിപൊളി അല്ലേ? സൂപ്പറാ. എന്ത് വീഡിയോ? അതെ, സംഭവം ടേസ്റ്റ് ചെയ്യാനാണ്. ചിക്കൻ ഇതെന്ത് ചിക്കൻ അല്ലേ പറഞ്ഞ നീ? വൗ, സൂപ്പർ. ഫ്രൂസിന് വേണ്ടേ? സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഞാൻ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് കഴിച്ചിട്ട് ആ കണ്ണത്താ ദൂരത്തോളമുള്ള വയലുകൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. പോസിറ്റീവ് എനർജി. തീർച്ചയായിട്ടും. ശരിക്കും ഇതേപോലെയുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ നോണയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഒരു ചായ രസം. അല്ല, ഉള്ള കാര്യം തന്നെ പറയാം. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വയറിറച്ച് ചോറിന്നിട്ട് വന്നിട്ടാണല്ലോ ഇപ്പോൾ ഈ കഴിക്കണത്. വല്ലാത്ത സാധനം തന്നെ നീറ്റാണ്. മട്ടന് അതല്ല, ബീഫും കൊള്ളിയും ഓർഡർ ചെയ്ത്, അതേപോലെ തന്നെ ചിക്കനും കൊള്ളിയും ബോട്ടിയും കൊള്ളിയും ഓർഡർ ചെയ്തു. ഇതും എല്ലാം ഇരുന്ന് കഴിച്ചിട്ട് പിന്നെയും പറയാണ് ഓംലെറ്റും കൂടി വേണം. വല്ലാത്ത സംഭവം അടിപൊളിട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ശരിക്കും ഇതാണ്. എനിക്ക് ചിക്കൻ ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നിന്നുണ്ട് സത്യം. ഇല്ല, സൂപ്പറല്ലേ? ശരിക്കും ഇല്ലേ? നീ കേട്ടാ? നീ എന്താ കേട്ടാ? ഓരോടൊക്കെ കേട്ടില്ല, വെറുതെ പറയുന്നു. അതിനങ്ങനെ തന്നെയല്ലേ? നീ എന്ത് വിചാരിച്ചു? പിന്നെ അതാ സംഭവം. തട്ടുകട ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണല്ലേ. നമുക്കൊരു ഞങ്ങളൊക്കെ കുറേ കാലം മുന്നേ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ അതേപോലെ തട്ടുകട കഴിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണ്. ഇതൊന്നും കൂടി വേറൊരു വൈബ് കിട്ടും അവിടെ. എപ്പോഴാണെന്ന് അറിയാം, 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പാടം കംപ്ലീറ്റ് പച്ച നിറമായിരിക്കും. അപ്പോൾ അത് വേറൊരു ഫീലാണ്. ആ ഫീൽ നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. എനിക്കൊന്ന് പറയാം. ഈ പടയുള്ള കോമഡി ഒക്കെ ഉള്ള കാരണം ഞങ്ങളുടെ ലൈഫിൽ തോരൊക്കെ ചിരിക്കണം. ലൈഫിൽ തോരെന്ന് പറഞ്ഞാൽ ആരണ്ടി ഇന്നത് കഴിക്കും. ക്ഷമിച്ചു കൊടുക്കുക. കാരണം നല്ല എരിവ്, നല്ല ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ഇവിടെ വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്യണം അല്ലേ? ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം ഇവിടെ. അടിപൊളിയായി, ഒരു രക്ഷയില്ല. ആരോട്? ശിവൻ ചേട്ടൻ നന്നായി ചെയ്തു, നന്നായി അടിപൊളി. അതായത് വെറുതെ നമുക്ക് ഇതുകൊണ്ട് ആക്കി തരല്ല, ആ സ്നേഹം കൊണ്ട് അല്ലേ? സ്നേഹത്തോടെയുള്ള ആ സ്നേഹത്തോടെയുള്ള ഒരു നമ്മളെ കഴിപ്പിക്കാനുള്ള ആ ഒരു എന്താ പറയുക ഇഷ്ടം അല്ലേ? വളരെ സ്നേഹത്തോടെ നമുക്ക് വെച്ച് വിളമ്പി തരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ.
അതുപോലെ ഒരു ഫീലാണ് നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുക. ശിവൻചേട്ടൻ്റെ സ്നേഹത്തോടെയുള്ള ഒരു പെരുമാറ്റം, നല്ല ഭക്ഷണം, അടിപൊളി. എല്ലാം കൊണ്ടും ഇന്നത്തെ സായാഹ്നം സൂപ്പർ, അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ അതെ എന്തും കൊണ്ട് വരാം, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ഉറങ്ങിപ്പോവാം. പുള്ളല്ല, പുള്ളിൻ്റെ പുള്ള് അവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് പോകണം. അത് ഇപ്പുറമാണത്. എനിവേ അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാൻ സമയമായി അല്ലേ? നീ കഴിച്ചോ? നിനക്ക് കഴിച്ച് കഴിയില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യേണ്ടി വരും. മതിയാ? സൂപ്പർ, അടിപൊളി. അപ്പോൾ നീ കഴിക്കും. വലുതായി 16 വർഷം എത്തിയപ്പോൾ അവര് ഗൾഫിൽ പോവാണ്. അപ്പൊ അവര് ഓർമ്മയ്ക്ക് വേണ്ടി അടിച്ചുള്ളതാണ്. അവര് എനിക്ക് വേണ്ടി അത് ശരി അവരടിച്ചെന്നുള്ള പേരാണ്. അല്ലാണ്ട് ഞാനിട്ട പേരല്ല, എന്റെ കൂട്ടുകാരിട്ട പേരുള്ള മാവിൻചോട് തട്ടുകട. അവരാണ് അതിന്റെ ആൾക്കാര്. അപ്പോൾ ശിവൻചേട്ടാ വളരെ സന്തോഷം. ഇനിയും ഈ വഴിക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വരണം. അതെ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരും ഇവിടെ നമ്മളുടെ ആലപ്പാട് അല്ലേ, അപ്പോൾ ഇവിടെ വരിക. ശിവൻചേട്ടൻ്റെ ഈ മാവിൻചോട് തട്ടുകടയിൽ കയറിയിട്ട് ആ സ്നേഹത്തോടെയുള്ള ആ ഒരു ആതിഥ്യം സ്വീകരിക്കുക. അതേപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് പോവാം. ഈ പ്രകൃതി മനോഹരമായുള്ള ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു സായാഹ്നം ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പോവാവുന്നതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ശിവൻചേട്ടാ വളരെ സന്തോഷം ഒരിക്കൽ കൂടി. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം, ഇനിയും കാണാം കേട്ടോ. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ നമ്മളുടെ തട്ടുകട തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്താണ് പറയല്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ. ബൈ.